പത്തനംതിട്ട ജില്ലയിലെ കള്ളുഷാപ്പുകളുടെ ലേലത്തിൽ പങ്കെടുക്കാൻ അവസരം നിഷേധിച്ചെന്ന പരാതി 8 പേരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലേലത്തിൽ പങ്കെടുക്കാൻ അവസരം നിഷേധിച്ചതിനെതിരെ ഇവർ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ റേഞ്ചുകളിലേക്ക് നടന്ന ഷാപ്പ് ലേലത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് അവസരം നിഷേധിച്ചുവെന്ന് അടൂർ സ്വദേശികളായ 8 പേർ ആരോപിക്കുന്നത്. അടൂർ തിരുവല്ല റേഞ്ചുകളിലെ ലേലത്തിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ രേഖകളും നൽകിയിട്ടും ലേലത്തിൽ പങ്കെടുക്കാൻ അവസരം നിഷേധിച്ചുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. കയറാനുള്ള രേഖകളെന്ന് പറഞ്ഞാൽ അവിടെ ആദ്യമേ ചോദിച്ചപ്പോൾ ഒരാളെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, 7 പേർക്കൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടുള്ള ഷാപ്പിൻ്റെ ലേലമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അവർ പിന്നെ റിപ്പീറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കമ്മീഷൻ്റെ അടിക്കെ ചെന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നേരിട്ട് എന്താ സംസാരിക്കാമെന്ന്. നേരിട്ട് സംസാരിക്കാൻ ഞങ്ങളെ അകത്ത് കയറ്റിയിട്ടില്ല. പത്തനംതിട്ട കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിൽ നടന്ന ഷാപ്പ് ലേലത്തിൽ പല ഷാപ്പ് ഉടമകൾക്കും ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് വീണ്ടും ലേലം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും ഇവർ പരാതിയും നൽകിയിട്ടുണ്ട്. അതേസമയം മതിയായ രേഖയില്ലാത്ത ഒരാളെ മാത്രമാണ് ലേലത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.